തൃശൂരിൽ മത്സരിക്കുന്ന ജനവിധി നേടുന്ന പി ബാലചന്ദ്രന് പകരം ഇത്തവണ അവിടെ ആലങ്കോട് ലീലാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണനൊപ്പം നമ്മുടെ പ്രതിനിധി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എങ്ങനെയൊക്കെയാണ് അവിടെ നിന്നുള്ള ആത്മവിശ്വാസം? അദ്ദേഹം ജനവിധി നേടുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ശ്യാമിലി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയായി. അതിന് പിന്നാലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു. തൃശൂരിൽ വാശിയേറിയ പോരാട്ടം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയായി തൊട്ടടുത്ത നിമിഷം തന്നെ LDF സ്ഥാനാർത്ഥിയുടേതായിട്ടുള്ള റോഡ് ഷോ നടക്കുന്നു. തൃശൂരിൽ CPIയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ് മത്സര രംഗത്തേക്ക് CPIയും LDFും സജ്ജമാക്കിയത്. സ്ഥാനാർത്ഥിയുടെ പ്രചരണം അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കും. അതിന് മുന്നോടിയായി തന്നെ വലിയ കളർഫുൾ ആക്കിയിട്ടുള്ള പ്രചാരണ പരിപാടികൾ നടന്നു വരികയാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ സ്ഥാനാർത്ഥി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് മാലയിട്ടുകൊണ്ട് CPI നേതാക്കളടക്കം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം വന്നിരുന്നു, മണ്ഡലത്തിൽ എത്തിയിരുന്നു. റോഡ് ഷോയ്ക്ക് ഔദ്യോഗികമായ തുടക്കം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതിന് പിന്നാലെ തന്നെ LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടങ്ങുകയാണ്. വളരെ വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും തൃശ്ശൂരിൽ നടക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ പോരാട്ടത്തിന്റെ ആവേശം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് LDF തുടക്കം കുറിച്ചിരിക്കുന്നു. നേരത്തെ UDF BJP സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം ചിത്രങ്ങൾ തെളിഞ്ഞിരുന്നു. UDFിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ BJPയിൽ എത്തിച്ചേർന്ന പത്മജ വേണുഗോപാലാണ് പ്രധാനപ്പെട്ട NDA സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണന്റെ എതിരാളിയും. നാളെ തന്നെ UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രചാരണ വാഹനത്തിലേക്ക് ആദ്യമായി കയറുകയാണ്. അദ്ദേഹത്തിനൊപ്പം VS സുനിൽകുമാർ, CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, CPMന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, തൃശ്ശൂരിലെ സിറ്റിംഗ് MLA പി ബാലചന്ദ്രൻ തുടങ്ങിയ ആളുകളാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. പിന്നിൽ വലിയ നിരയിൽ തന്നെയുണ്ട് അണികളുടെ LDF പ്രവർത്തകരുടെ. അവരും അതിനൊപ്പം തന്നെ എത്തിയിരിക്കുന്നു. ഏതായാലും സ്ഥാനാർത്ഥി പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നു. വലിയ പ്രചാരണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് LDF ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രവർത്തനങ്ങൾക്കും പ്രചാരണത്തിനുമൊക്കെ തുടക്കം കുറിക്കുന്നത്. 100-ലധികം വാദ്യമേള സംഘങ്ങൾക്കൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള LDF പ്രവർത്തകരും ഈ ജാഥയുടെ അല്ലെങ്കിൽ റോഡ് ഷോയുടെ ഭാഗമാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. CPIയുടെയും CPMന്റെയും ഒക്കെ കൊടികൾ പിടിച്ചുകൊണ്ട് 100 കണക്കിന് പ്രവർത്തകരാണ് ഈ റോഡ് ഷോയ്ക്കൊപ്പം പങ്കുചേരുന്നത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ആ റോഡ് ഷോയുടെ ആദ്യ മണിക്കൂറിൽ തന്നെ LDF പ്രവർത്തകരുടേതായിട്ടുള്ള ആവേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്ഥാനാർത്ഥി തനിക്ക് ചുറ്റുമുള്ള മുഴുവൻ പ്രവർത്തകരെയും കൈവീശി അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടത്തിന് തൃശ്ശൂർ വേദിയാകുന്നു. 13 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നാണ്. തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി മത്സര ചിത്രം തെളിഞ്ഞതോടുകൂടി വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന പോരാട്ടത്തിനാണ് ഈ നഗരം സാക്ഷിയാകുന്നത്. ഏതായാലും തൃശ്ശൂരിൽ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. ആ മത്സരത്തിൻ്റെതായിട്ടുള്ള എല്ലാ വീറും വാശിയും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എണ്ണിച്ചുട്ട അപ്പം പോലെയുള്ള 25 ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മുന്നിലുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ സ്ഥാനാർത്ഥിയുടെ തന്നെ ആവേശത്തോടു കൂടിയുള്ള ഒരു തുടക്ക നിമിഷങ്ങൾ നമുക്ക് കാണാനാകും. റോഡ് ഷോ ഗംഭീരമായി തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു പുതിയ അനുഭവമാണ്. ഇതൊരു ആവേശത്തിൻ്റെ തിരയിളക്കമാണ്. ഈ മഹാസാഗരത്തോടൊപ്പം തൃശ്ശൂരിൻ്റെ മാറ്റങ്ങളുടെ പുതിയ നടക്കാവിൽ മുന്നോട്ട്. ഇത് വിജയാഹ്ലാദ പ്രകടനമാണ്. തൃശ്ശൂർ ഞങ്ങൾ 3-ാം തവണ പിടിക്കും, യാതൊരു സംശയം വേണ്ട. കേരളത്തിൽ LDF 3-ാം തവണ വരും. തൃശ്ശൂരിൽ 3-ാം തവണ വീണ്ടും LDF സ്ഥാനാർത്ഥി ആലങ്കോട് ജയിക്കും. പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം മുന്നിൽ നിന്ന് തന്നെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. ഇത്തവണ എങ്ങനെയാ തൃശ്ശൂർ വീണ്ടും എടുക്കുവാണോ? എടുക്കും, ഉറപ്പാ. എടുത്തിരിക്കും. വനിതാ പ്രവർത്തകരുടെ അടക്കം വലിയ ആവേശം നമുക്ക് കാണാനാകും. ഏതായാലും അത്തരത്തിലുള്ള ആവേശത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ കൂടി കാണാം. CPMന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നമ്മളോട് പ്രതികരിക്കുകയാണ്.
വളരെ 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 ആവേശം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണവും അങ്ങനെയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷം തകർപ്പൻ വിജയം നേടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 13 നിയമസഭാ മണ്ഡലത്തിലും LDFന് വിജയസാധ്യതയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന 12 മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് പ്രവർത്തകർ സ്ഥാനാർത്ഥികളുമായിട്ട് ഈ വിളംബര ഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണ്. തൃശ്ശൂരിലും അതിൻ്റെ ആവേശം നിങ്ങൾക്ക് ദൃശ്യമാണ്. 3 മണ്ഡലങ്ങളിലും വീണ്ടും വിജയം. 13 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിക്കും തൃശ്ശൂർ ജില്ലയിൽ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ആത്മവിശ്വാസമാണ് നമ്മൾ കണ്ടത്. വളരെ വാശിയേറിയ മത്സരവും പോരാട്ടവും ഒക്കെ നടന്നു വരുമ്പോൾ ആ മത്സര ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ LDFന്റെ UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ കൂടി പൂർത്തിയാവേണ്ടതുണ്ട്. ആ പ്രഖ്യാപനം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ തൃശ്ശൂരിൽ വാശിയേറിയ പോരാട്ടങ്ങൾക്കാകും വേദിയാകുക. ഒന്നിടവിട്ട് 13 മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീറും വാശിയുമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ഒരു ആവേശം ഈ LDF തുടക്കമിട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലുമൊക്കെ നമുക്ക് കാണാനാകും. ശ്യാമിലി, ശരി, എന്തായാലും മധ്യ കേരളത്തിൽ ഉറ്റുനോക്കുന്ന ജില്ല തന്നെയാണ് തൃശ്ശൂർ എടുത്താൽ ചിലപ്പോൾ ഭരണം ഇങ്ങ് പോരും എന്ന് പോലും വിചാരിക്കുന്ന, കാരണം കഴിഞ്ഞ 10 വർഷമായി അവിടെ LDFന്റെ തേരോട്ടമായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF അടക്കം എതിർകക്ഷികൾ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ജില്ല കൂടിയാണ് തൃശ്ശൂർ പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.